പൗലോസ് അപ്പോസ്തലന്റെ കാരാഗ്രഹ ലേഖനങ്ങളിലൊന്നാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം. അതിൻ്റെ 5-ാം അധ്യായം 15-ാം വാക്യം മുതൽ നാം നോക്കുമ്പോൾ, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. ഒന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ജ്ഞാനത്തോടെ ജീവിക്കണം. സൂക്ഷ്മതയോടെ ഏതാണ് ശരിയെന്ന് മനസ്സിലാക്കി ശരിയായ കാര്യങ്ങളിലൂടെ നമ്മൾ നടക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുള്ളൂ. ദുഷ്കാലം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സമൂഹത്തിൻ്റെ അകത്താണ് നാം ജീവിക്കുന്നത്. ഇത് പൗലോസിൻ്റെ കാലത്തും അങ്ങനെ തന്നെ ആയിരുന്നുകൊണ്ടാണ് താൻ കാരാഗ്രഹത്തിലായിപ്പോയത്. അപ്പം നമുക്ക് ലഭിക്കുന്ന സമയം വചനം വായിക്കാൻ, പ്രാർത്ഥിക്കാൻ, കൂട്ടായ്മകളിൽ പങ്കെടുക്കാൻ, നമ്മൾ യേശുവിൻ്റെ സാക്ഷികളായി നിൽക്കുവാൻ, ആരാധനയിൽ പങ്കെടുക്കുവാനൊക്കെ നമുക്ക് ലഭിക്കുന്ന അവസരം തക്കത്തിൽ ഉപയോഗിച്ചോളണം. അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത കാലങ്ങൾ വരും എന്ന് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത്, കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. അവൻ്റെ ഇഷ്ടം എന്താ? ദൈവത്തിൻ്റെ ഇഷ്ടം എന്താ? ഇടയ്ക്കിടയ്ക്ക് ദൈവത്തോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണം, യേശുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം, നിൻ്റെ ഇഷ്ടം എന്താ? വചനത്തിലൂടെ ദൈവം നമ്മളെ ഓർപ്പിക്കും ദൈവത്തിൻ്റെ ഇഷ്ടം എന്താ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നതാണെന്ന് തിരിച്ചറിഞ്ഞ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പോൾ എല്ലാ ദിവസവും ഒരു മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന അനുഭവം നമ്മളിലുണ്ടാകണം. ചിലർ കറക്ഷൻ തരുമ്പോൾ അത് നമ്മൾ തള്ളിക്കളയാതെ, ചില വചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വരുത്തേണ്ടുന്ന തിരുത്തലുകൾ വരുത്തി നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും ദൈവ ഇഷ്ടത്തിനൊത്തവണ്ണം കൊണ്ടുപോകണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്ന ആത്മാവ് നിറഞ്ഞൊരു ജീവിതം. അത് എപ്പോഴെങ്കിലും ഒരു സമയത്ത് നമ്മൾ ആരാധിക്കാനിരിക്കുമ്പോൾ, അല്ലെ ഒരു കൂട്ടായ്മയിൽ പോയി ഇരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആത്മനിറവുണ്ടല്ലോ. പാട്ട് പാടുകയും സങ്കീർത്തനം വായിക്കുകയും സ്തോത്രം ചെയ്യുകയും കൂടുതൽ സമയം നമ്മൾ ആരാധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു സന്തോഷം. അത് മാത്രമല്ല, അനുദിന ജീവിതത്തിൽ ഓരോരോ ചുവടുകളിലും ഒരു ആത്മനിറവിൽ നമ്മൾ ജീവിക്കണമെന്നാണ് പൗലോസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴടങ്ങിയിരിക്കും. അപ്പം ദൈവവചനത്തിന് കീഴ്പ്പെടണം. നമുക്ക് തന്നിരിക്കുന്ന അധികാരികൾക്ക് കീഴ്പ്പെട്ട് അങ്ങനെ ദൈവ വഴിയിൽ തന്നെ നമ്മൾ നടക്കണമെന്ന് പൗലോസ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്കതിനായിട്ട് ഒരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കും.